بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിലും വിശുദ്ധ മസ്ജിദുൽ നബവിയിലും നടന്നതായ പ്രസംഗങ്ങളുടെ ഖുതുബയുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഖുതുബയുടെ ഷോർട്ടായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ മക്കയിൽ നടന്ന പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ നാം കേട്ടതായ ഭാഗം. അല്ലാഹുവിന്റെ കൽപ്പന ലോകത്തോട് പണ്ട് തന്നെ ഇഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, മനുഷ്യരാശിയുടെ ആ സകലം അള്ളാഹുവിന്റെ ഹബലിനെ, അള്ളാഹുവിന്റെ പിടികയറിനെ നിങ്ങൾ ഒന്നിച്ചു പിടിക്കണം എന്ന കൽപ്പനയാണ്. എന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് പ്രയാസത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ലോകത്തിലും പരലോകത്തിലും എവിടെയാണെങ്കിലും പ്രയാസങ്ങൾ നിന്നിട്ട് മോചിക്കാൻ അള്ളാഹുവിന്റെ പിന്നിൽ അവന്റെ വിധി വിലക്കുകൾ, അവന്റെ വിധികളെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി അവന്റെ വിലക്കുകളെ നാം ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന് അവനെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കല്ലാതെ ഒരു നിർവാഹവും ഷെട്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ കൽപ്പന നാം ധിക്കരിച്ചോ അല്ല നാം അത് നടപ്പാക്കിയോ എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടിയുള്ള ശൈലിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ചത്. ലോകത്തിൽ കൊറോണ എന്ന ഒരു പ്രത്യേക വൈറസ് കാരണത്താൽ രോഗം വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ ലോകം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പരിശ്രമങ്ങളും ഇപ്പോൾ അത് പയറ്റിക്കഴിഞ്ഞു, ഇനി നിന്നിലേക്ക് മടങ്ങലല്ലാതെ നിർവാഹമില്ല എന്ന് ലോകമാസകലം കുറിക്കുന്ന യുഗമാണ് ഈ യുഗം. അവര് തൊള്ള കൊണ്ട് പറയട്ടെ പറയാതിരിക്കട്ടെ, അങ്ങനെയുള്ള യുഗത്തിൽ അള്ളാഹുവിന്റെ ആ വിശുദ്ധ ഫുർഖാൻ അദീമിലുള്ളതായ ഭാഗം വളരെ സ്മരണീയമാണ്. അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരാശിയെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ആ സകലം ആശ്രയിക്കേണ്ടവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവാനാണ്, അവൻ സ്തുത്യർഹനാണ്, അവൻ ആരിലേക്കും ആശ്രയിക്കുന്നവനും അല്ല. ഈ പദം ഇപ്പോൾ പ്രാക്ടിക്കലായി പ്രായോഗികമായി ലോകം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകം അറിഞ്ഞിട്ടോ അറിയാതെയോ സമ്മതിക്കുന്നു, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ പരീക്ഷണം വികസിക്കുന്നതല്ലാതെ അത് പിന്നോട്ട് പോകുന്ന സ്വഭാവമേ കാണുന്നില്ല. വലിയ വലിയ വൻ രാഷ്ട്രങ്ങളിലാണ് അത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നത്. ആ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതായ ആയത്താണ് വളരെ അർത്ഥവത്തായ അള്ളാഹുവിന്റെ കലാം നിങ്ങളെ ഞാൻ കേൾപ്പിച്ച ഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ പരിപൂർണതയിൽ പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ആ സകലം നശിപ്പിക്കാൻ അവന് സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പകരം വേറെ സൃഷ്ടികളെ സൃഷ്ടിക്കുവാനും അവനെ കൊണ്ട് സാധിക്കും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ള ഭാഗമല്ല. ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കേണ്ട സമയമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഈ സംഭവിക്കുന്ന സംഭവ വികാസത്തിലൂടെ എത്രമാത്രം അവന്റെ ശക്തി എന്നതും
എത്രമാത്രം ഷിട്ടികൾക്ക് ഷിട്ടാവായ രക്ഷിതാവിലേക്ക് ആശ്രയിക്കേണ്ടി വരുന്നു എന്നതുമാണ് ഇവിടെ സ്ഥിരീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാരണം റബ്ബുൽ ഇസ്സത്ത് ഷിട്ടികൾ നിട്ട് കാണുന്നത് അവന്റെ കൽപ്പനക്ക് വിപരീതം ജീവിക്കുന്ന ശൈലിയാണ്. ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ. മനുഷ്യൻ അവന്റെ ഷിട്ടാവായ റബ്ബിന്റെ മുമ്പിൽ അവന്റെ കൽപ്പന പാലിക്കാതെ അവൻ തോന്നിവാസിയായി അവൻ ധിക്കാര മനസ്ഥിതിയോട് കൂടി ജീവിക്കുന്നു. എപ്പോൾ അർറആഹു ഇസ്തഗ്നാ, അവന് സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ, അവന്റെ കൂടെ കാശുണ്ടാകുമ്പോൾ, അവന്റെ കൂടെ ഭൗതിക കഴിവുണ്ടാകുമ്പോൾ അവൻ എല്ലാം മറന്ന് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ലംഘിക്കുന്നു, അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ കൂട്ടാക്കാതിരിക്കുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ നാഥനായ റബ്ബിന്റെ മുമ്പിൽ നന്ദികേട് കാട്ടുന്നവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ നന്ദികേട് കാട്ടുന്നു എന്നത് തൊള്ളുകൊണ്ട് അവൻ പറയുന്നില്ലെങ്കിലും അവന്റെ പ്രവർത്തനം കുറിക്കുന്നു. അവൻ ജീവിക്കുന്ന ജീവിതത്തിൽ അവനെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നില്ല. അവൻ രാവിലെ മുതൽ രാത്രി വരെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനൊരു നേതാവുണ്ട്, ഷിട്ടാവുണ്ട്. ആ നേതാവിന്റെ പിന്നിൽ അണിനിറക്കണം, ആ നേതാവിന്റെ കൽപ്പന അനുസരിക്കണം. അവൻ എന്നെ സൃഷ്ടിച്ചത് അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനാണ്. ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്ന നാടല്ല, മറിച്ച് ഇവിടെ താൽക്കാലികമായി വന്ന നാടാണ്. എന്നെന്നുമായി സ്ഥിരമായി ജീവിക്കേണ്ട നാട് പരലോകമാണ്. ഇതൊന്നും അവന്റെ മുമ്പിലില്ല, അവന്റെ പ്രവർത്തനം കുറിക്കുന്നത് ഇല്ല എന്നതാണ്. അതാണ് അള്ളാഹുവിന്റെ ശൈലി. വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ നന്ദികേട് കാട്ടുന്നു എന്നത് യഥാർത്ഥത്തിൽ അവന്റെ പ്രവർത്തനം കുറിക്കുന്നു. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. കാരണം അവൻ ഇവിടെയുള്ള ഭൗതികമായ സമ്പാദ്യങ്ങളും നേട്ടങ്ങളും ഇവിടെയുള്ളതായ ഭൗതികമായ ആഡംബരങ്ങളും അതിനെയാണ് അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തബീഅത്തിൽപ്പെട്ടതാണ്, അവന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, അവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ലോകത്തിലുള്ള മനുഷ്യരാശിയെ അവന്റെ കീഴിൽ ഒതുക്കി അടക്കി ഭരിക്കുക എന്നത്. കാരണം അവനാണല്ലോ ഷിട്ടാവ്, അവനാണല്ലോ മാലിക്കുൽ മുലൂക്ക്, അവനാണല്ലോ ജബ്ബാറായ ഖഹാറായ റബ്ബ്. അതുകൊണ്ട് ബശരീയ മനുഷ്യരാശി ആ സകലം അള്ളാഹുവിലേക്ക് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം എന്നത് അവന്റെ നിർബന്ധമാണ്. അതുകൊണ്ട് അവൻ അറിഞ്ഞിട്ടോ അറിയാതെയോ അള്ളാഹുലേക്ക് അവൻ മടങ്ങേണ്ടതായ ചുറ്റുപാട് അവനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുന്നതായ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരാശി ആ സകലം സ്വയം സമ്മതിക്കുകയാണ്. അതെ ഷിട്ടാവേ, നിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ അനുഗ്രഹം ഞങ്ങളെ പൊതിയാതെ പരിശ്രമ അതിന്റെ ഒത്തുകർഷകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ സാധിക്കുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നീ നിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കലല്ലാതെ രക്ഷയില്ല എന്ന് എല്ലാവരും, വിശ്വാസികളും അവിശ്വാസികളും എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായ ഒരു രംഗത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ സുന്നത്തിൽ ചര്യയിൽ പെട്ടതാണ് പണ്ട് തന്നെ. പക്ഷെ മുഅ്മിൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് പരീക്ഷണമാണ് എന്നതും അവൻ ഇതിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ നാം കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ഖുതുബയിലും കേട്ടതുപോലെ അള്ളാഹു ആ സത്യവിശ്വാസിയുടെ ഗ്രേഡ് പൊക്കുകയും ആ സത്യവിശ്വാസികളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ആ സത്യവിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ അള്ളാഹിലേക്ക് അടുക്കാൻ സാധിക്കുകയും എന്ന് മാത്രമല്ല, കൊറോണയാവട്ടെ, ഏത് മാരകമായ രോഗങ്ങളാവട്ടെ, പകർച്ചവ്യാധികളാവട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ക്ഷമ കൈക്കൊള്ളുന്ന വേളയിൽ, പ്രത്യേകിച്ച് പ്ലേഗ് രോഗത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സംസാരിച്ച സന്ദർഭത്തിൽ പറഞ്ഞ ശൈലിയാണ്, ആരൊരുത്തൻ അള്ളാഹുവിൽ നിന്നിട്ട് പ്രീതി കാക്ഷിച്ചുകൊണ്ട് ക്ഷമ കൈകൊള്ളുന്നുണ്ടെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന്. അവൻ ആ രോഗത്തിൽ മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായി ഓർക്കുന്നു. അത് നമുക്ക് ഈ സന്ദർഭത്തിലും സ്മരണീയമാണ്. കാരണം മക്ക ഇമാമ് പറഞ്ഞതുപോലെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഇവിടെ ശരിക്കും പരിശോധിക്കുകയാണ് ഷിട്ടികളെ. ആ പരിശോധന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാണ് പാടുപെടേണ്ടത്. അതെന്താണ്? അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹിനെ പഠിക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് ലോകത്തോട് മുഹമ്മദ് നബിയിലൂടെ ഗാർ ഹിറയിലൂടെ അള്ളാഹു മലക്ക് ജിബ്രീലിനെ അയച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ചതായ ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ പഠിക്കണം, അവന്റെ കഴിവ് കൽപ്പ് പഠിക്കണം, അവനിലേക്ക് അവൻ എത്തണം. അഥവാ ഷിട്ടാവിലേക്ക് ഷിട്ടിയെത്താനുള്ള മാധ്യമങ്ങൾ കണ്ടെത്തണം. അതൊക്കെയാണ് അവിടെ ആദ്യമായി പറയപ്പെട്ടത്.
അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മക്ക ഇമാമ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഒരുപക്ഷെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പണ്ടുള്ള ഉമവുകളിൽ, പണ്ടുള്ളതായ കാലഘട്ടങ്ങളിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പ്രാർത്ഥിക്കാൻ അവരെ ചാൻസ് നൽകാറുണ്ടായിരുന്നില്ല. മറിച്ച് അവർക്ക് ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ തൗബയുടെ വാതിൽ അടക്കപ്പെടാറാണ് ഉണ്ടായിരുന്നത്. തൗബയുടെ വാതിൽ അഥവാ പശ്ചാത്തലത്തിന്റെ വാതില് ശിക്ഷ ഇറങ്ങുന്നതോടുകൂടി അവസാനിച്ചു. അതാണ് പണ്ട് കാലഘട്ടങ്ങളിൽ സംഭവിക്കാറുള്ളത്. പക്ഷേ മുഹമ്മദ് ഉമ്മത്തുകളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ വിശ്വാസികളാവട്ടെ അവർക്കൊന്നും ഇവിടെ ഇറങ്ങാറുള്ള പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ശിക്ഷകളോ എന്തായിരുന്നാലും അതെന്തല്ല, തൗബയുടെ വാതിൽ അടക്കപ്പെടുന്നതായ ഭാഗമല്ല. മറിച്ച് തൗബയുടെ വാതില് അന്ത്യനാളാകുന്ന ഖിയാമത്ത് നാൾ എന്ന പേരിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന 200-ൽ പരം ആയത്തുകളിലൂടെ ഖുർആൻ നമുക്ക് വാണിംഗ് നൽകിയതായ ആ നിമിഷം അല്ലെങ്കിൽ ആ സമയം, ആ സാഅത്ത് വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ മാത്രമാണ് സൂര്യൻ സാധാരണ ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്നിട്ട് ഉദിക്കുന്നു, പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുന്നു, നേരെ മറിച്ചാകുന്ന കാലഘട്ടം വരാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ. ആ കാലഘട്ടത്തിൽ മാത്രമേ തൗബയുടെ വാതിൽ ഭൂമിയിൽ അടക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് സത്യവിശ്വാസികളാവട്ടെ, അള്ളാഹുൽ വിശ്വസിക്കുന്നവരാവട്ടെ, അള്ളാഹുൽ വിശ്വസിക്കാത്തവരാവട്ടെ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, പരലോകത്തിൽ വിശ്വസിക്കാത്തവരാവട്ടെ, എല്ലാവർക്കും നൽകുന്നതായ സ്വർണ്ണ അവസരമാണിത്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യാൻ, പശ്ചാത്തപിക്കാൻ, അല്ലാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നമുക്ക് പരീക്ഷണമാണെന്ന് പഠിച്ചതുകൊണ്ട് ആ പരീക്ഷണത്തിലാണ് നാം ഇപ്പോൾ. നമ്മുടെ ഗ്രേഡിനെ, നമ്മുടെ പദവിയെ, നമ്മുടെ സ്റ്റാൻഡേർഡിനെ അല്ലാഹുവിനൊരിക്കൽ അല്ലാഹു ഉയർത്തട്ടെ. ലോക മുസ്ലിങ്ങൾക്കുള്ളതായ സ്റ്റാൻഡേർഡിനെ അല്ലാഹുവിലേക്ക് അല്ലാഹു ഉയർത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ട്. അതേ സമയത്ത് നാം മനസ്സിലാക്കണം, ഷഹർ റമളാനുൽ മുബാറക്ക്, പരിശുദ്ധ മാസം നമ്മുടെ മുമ്പിലാണ്. ആ മാസം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പൊട്ടിക്കളഞ്ഞതായ മക്ക മദീന ഹറമിന്റെ വാതിലുകൾ, പള്ളികളുടെ വാതിലുകൾ, ജുമാ മസ്ജിദുകളുടെ വാതിലുകൾ, അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അതെല്ലാം റബ്ബ് നമുക്ക് തുറന്നു തരണം. ആ തുറന്നു തരാൻ മാത്രം ശക്തിയുള്ള, ആ തുറന്നു തരാൻ മാത്രം മാധ്യമമായി വരുന്നതായ രൂപത്തിലുള്ള പ്രവർത്തനം നമ്മൾ നിട്ടുണ്ടാവണം. അള്ളാഹുലേക്കുള്ളതായ ആ സമർപ്പണം നമ്മൾ നിട്ടുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കേണപേക്ഷ നമ്മൾ നിട്ട് ഉടലെടുക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ആയത്തുകളെ അതിന്റെ അർത്ഥ ഗാംഭീര്യത്തോടു കൂടി മനസ്സിലാക്കി നാം ഇപ്പോഴെങ്കിലും അല്പബുദ്ധി, അല്ലാഹു തന്നതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ റസൂൽ നൽകുന്നത്, അല്ലയോ അടിമകളെ, ഞാൻ നിങ്ങളിലേക്ക് അങ്ങേയറ്റം അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെ, ആ പ്രാർത്ഥനക്ക് ഞാനാണ് ഉത്തരം ചെയ്യുക. അതുകൊണ്ട് ഫല്യസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ, അവരെനിക്ക് മറുപടി നൽകട്ടെ, അവരെന്നിൽ വിശ്വസിക്കട്ടെ, അവർക്ക് സന്മാർഗത്തിലേക്ക് എത്താൻ, അവർക്ക് സൽപാന്താവിലേക്ക് എത്താൻ ഈ കൽപ്പന നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. എന്നിട്ടോ ഒരു നിലക്കുള്ളതായ യക്കശക്കില്ലാതെ അല്ലാഹുവിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി നാം പരിപൂർണമായി ഇനിമേലിൽ ഷിട്ടാവിലേക്കല്ലാതെ, ഷിട്ടാവിനോടല്ലാതെ, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനയില്ല എന്ന ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹു മടക്കി പറഞ്ഞ ആ പ്രാർത്ഥനയിൽ നാം മുഴുകണം. എന്നിട്ട് സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ നേതാക്കൾ പണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ ഇന്ന് മക്ക ഇമാമ് വളരെ അർത്ഥഗാംഭീര്യത്തോടു കൂടി, നല്ല ആകർഷണീയമായ ശൈലിയോടുകൂടി അദ്ദേഹം ഇന്ന് വിവരിക്കുകയുണ്ടായി. അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെ ആദം അലൈഹിസ്സലാം പണ്ട് തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹുവിനോട് റബ്ബന വലംന അൻഫുസന എന്ന ഒരു മഹാപ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ മഹാനായ ആദം അലൈഹിസ്സലാമിനും ഹവ്വ എന്നും മറുപടി നൽകി എന്ന് ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാം ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം, നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഫ, ഇവിടെയുള്ള ഫ അറബി ഭാഷയിൽ തഅഖീബിന്റെ ഫ എന്നാണ്. എന്ന് പറഞ്ഞാൽ അറബി ഗ്രാമറിൽ ഉടനെ തന്നെ എന്ന അർത്ഥം കുറിക്കുന്നതായ ഭാഗമാണ്. ഫസ്തജബ്നാ ലഹു, നാം അവർക്ക് മറുപടി നൽകി. അപ്രകാരം തന്നെ മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുന്ന ശൈലി കേൾക്കുക. അത് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഞാനിതാ മറുപടി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ അള്ളാഹു ഖുർആനിൽ വിവരിക്കുന്ന കാണാം. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫദന്ന
അല്ലൻ നഖദിറ അലൈഹി ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിച്ചത് എന്തിനു വേണ്ടിയാണ്? പ്രയാസം വരുന്ന വിഭാഗം, അതിനേക്കാളും വലിയ പ്രയാസം എന്താണ്? അദ്ദേഹത്തിനെ എറിയപ്പെട്ടു അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ. എവിടേക്ക്? സമുദ്രത്തിലേക്ക്. ആ സമുദ്രത്തിലുള്ളതായ വലിയൊരു മീൻ വന്ന് അദ്ദേഹത്തിനെ വിഴുങ്ങി. അങ്ങനെ അദ്ദേഹം ഇരുളിന്റെ അകത്തായി മാറി. അവിടെ നിന്നാണ് അള്ളാഹുവിനോട് ക്ഷമയാചന ചെയ്യുന്നത്. അവിടെ നിന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അതിന് മറുപടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് നാം മറുപടി നൽകി. അദ്ദേഹത്തിനെ നാം രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ പ്രയാസം ദൂരപ്പെടുത്തി. അതുപോലെ തന്നെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് എനിക്ക് കുട്ടികൾ ഇല്ല, അതുകൊണ്ട് കുട്ടികളെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഫസ്തജബ്നാ ലഹു വഹബ്നാ ലഹു യഹ്യ. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയെ നാം സ്വീകരിച്ചു. അദ്ദേഹത്തിന് യഹ്യ എന്ന കുട്ടിയെ നാം നൽകി. അതുപോലെ തന്നെ നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ളതായ മാരകമായ രോഗത്തിൽ കിടന്നുകൊണ്ട് മനക്കെടുന്ന പ്രയാസപ്പെടുന്ന മഹാവ്യക്തിത്വമായിരുന്നു നബിമാരുടെ കൂട്ടത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെ നീണ്ട വർഷങ്ങൾ മഹാപ്രയാസത്തിൽ രോഗത്തിൽ പിടിപെട്ടതായ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് അവസാനമായി പ്രാർത്ഥിച്ച ശൈലി ഖുർആൻ തന്നെ നമുക്ക് ഓതിത്തരുന്നു. എന്തിനാണ് ഈ നബിമാരുടെ ചരിത്രങ്ങളെല്ലാം, നബിമാരുടെ പ്രാർത്ഥനകളെല്ലാം ഖുർആൻ നമുക്ക് ഓതിത്തരുന്നത്? ഈ ഖുർആൻ ഇറങ്ങിയത് ഉമ്മത്ത് മുഹമ്മദിനാണ്. മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്കും മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അവരിൽ വിശ്വസിച്ചവരാവട്ടെ വിശ്വസിക്കാത്തവരാവട്ടെ അവർക്കെല്ലാം അദ്ദേഹം വന്നയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മനുഷ്യരാശിക്കാണ് ഇത് പാഠം. അവർക്കാണ് ഖുർആൻ പാഠം പഠിപ്പിക്കുന്നത്. മുമ്പുള്ളതായ നേതാക്കൾ, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ മുർസലുകൾ, അമ്പിയാക്കൾ അള്ളാഹുവിനോടാണ് പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിച്ചത്. അതുപോലെ നിങ്ങളും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നല്ലാതെ മക്കയിലുള്ള സത്യനിഷേധികൾ കാട്ടിയതുപോലെ പാലം കടക്കുന്നത് വരെ ഒരു വിഭാഗത്തോട് അഥവാ അള്ളാഹുവിനോട് പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കാട്ടിയതുപോലെ ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും ഇസ്ഹാഖിനോടും യാക്കൂബിനോടും മറിയമിനോടും ലാത്തയോടും ഉസ്സയോടും അതുപോലെ തന്നെ ഹുബലിനോടും അങ്ങനെ മരണപ്പെട്ടു പോയതായ മഹാത്മാക്കളോടും ബിംബങ്ങളോടും വസ്തുക്കളോടും വ്യക്തികളോടും എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ യാതൊരു വിലയില്ലാത്തതായ ഒരു ശക്തിയാക്കി മാറ്റുന്നതായ ശൈലിയാണ് മക്കക്കാർ കാട്ടിയത്. അതുപോലെ നിങ്ങൾ കാട്ടരുത്. നാം ഇനി പ്രാർത്ഥിക്കേണ്ടത്, നാം ഇനി ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയിടം മുതൽ ഖുർആൻ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒരു തവണ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂചന പോലും നൽകിയിട്ടില്ല ഷിട്ടുകളോട് പ്രാർത്ഥിക്കാനുള്ള ശൈലി. എല്ലാം ഷിട്ടാവായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിച്ചിട്ടില്ല നബിമാർ, നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കേണ്ട ശൈലി വരെ ഖുർആനിൽ പഠിപ്പിച്ചു തന്നു എന്ന് നാം ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതെല്ലാം നാം പ്രാക്ടിക്കലാക്കേണ്ട, നടപ്പാക്കേണ്ട സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വിഭാഗം വരേക്കും അറിവില്ലാത്തവർ അങ്ങനെ അള്ളാഹുവിനെ ഷിട്ടികളായ കഷ്ടിക്കുന്ന മൂത്രിക്കുന്ന അള്ളാഹുവിന്റെ ഷിട്ടുകളോട് തുല്യപ്പെടുത്തി അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തിയ പല പല ജനങ്ങളും ഇപ്പോൾ അള്ളാഹുലേക്ക് തന്നെ മടങ്ങാൻ ഒരുങ്ങിയ കാലഘട്ടമാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇനിമേലിൽ ആ പ്രാർത്ഥിച്ച റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൂറുമാറൂല, ഞങ്ങൾ ആളുമാറൂല, ഞങ്ങൾ ഇനി നിന്നിലേക്കല്ലാതെ മടങ്ങൂല, ഞങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും നിനക്ക് മാത്രമായിരിക്കും ഇനിമേലിൽ. അതുകൊണ്ട് ഇനിമേലിൽ ഞങ്ങൾ മുസ്ലിമൻ എന്ന് നിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ പറയാറുള്ള ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളുടെ നേർച്ചകളും നേർച്ച വഴിപാടുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ നിസ്കാരങ്ങളും ഇതെല്ലാം റബ്ബേ നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞത്. ഇനിമേലിൽ റബ്ബേ ഈ കൊറോണ ഞങ്ങൾ എന്നിട്ട് ദൂരപ്പെടുത്തിയാൽ, ഈ മഹാമാരകമായ രോഗം ഞങ്ങൾ എന്നിട്ട് ഉയർത്തിയാൽ, ഞങ്ങൾ എന്നിട്ട് രക്ഷപ്പെടുത്തിയാൽ, വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മക്ക മദീന ഹറമിന്റെയും ലോകത്തിൽ ആസകലം പരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജുമാ മസ്ജിദുകളുടെയും പള്ളികളുടെയും കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ ഇനിമേലിൽ നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുക തന്നെയില്ല, നിനക്കല്ലാതെ ആരാധനയില്ല, നിനക്കല്ലാതെ നേർച്ചയില്ല, നിനക്കല്ലാതെ ഞങ്ങളുടെ സമർപ്പണങ്ങളില്ല എന്നത് പ്രാവർത്തികമായി ഞങ്ങൾ നടപ്പാക്കും റബ്ബേ എന്ന് ഉറപ്പ് നൽകിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് മടങ്ങലല്ലാതെ നിർവാഹമില്ല എന്നതാണ് മക്ക ഇമാമും മദീന ഇമാമും ലോകത്തോട് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് നബിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ അവർ പഠിപ്പിക്കാൻ കാരണം തന്നെ, അവർ നമ്മളെ ഓർമ്മിപ്പിക്കാൻ കാരണം തന്നെ നാം അവർ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടിയാണ്.
വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം ബാധിച്ചു. നീണ്ട വർഷങ്ങൾ രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു. അവസാനം അദ്ദേഹം റബ്ബിനോട്, റബ്ബേ ഞാൻ പ്രയാസത്തിലാണ്, എന്റെ പ്രയാസത്തിൽ നിന്നിട്ട് നീ എന്നെ രക്ഷപ്പെടുത്തണമേ റബ്ബേ, നീ അർഹമുർ റഹീമാണ്, നിന്നെ പോലെയുള്ള റഹ്മത്ത് ചെയ്യുന്ന ആൾ ലോകത്തിൽ ആരുമില്ല, ആർക്കും സാധിക്കുന്നതുമല്ല, അതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കലല്ലാതെ നിർവാഹമില്ല എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹ് പറയുന്നു ഫസ്തജബനാല, നാം അയ്യൂബിന് ഉടനെ മറുപടി നൽകി. ഉടനെ എന്ന അർത്ഥം കുറിക്കുന്നതാണ്. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ മാരകമായ രോഗത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന് നാം സുഖപ്പെടുത്തി, അത് ദൂരപ്പെടുത്തി, അദ്ദേഹത്തിന് ഉള്ള സർവ്വ പ്രയാസങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്തി എന്ന് ആയത്തിന്റെ പരിപൂർണതയിൽ പറയുന്നു. ആ റബ്ബ് നമ്മളോട് പറയുകയാണ്, എന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ നബിമാരും ദൂതന്മാരും എന്നോട് പ്രാർത്ഥിച്ചതുപോലെ അല്ലയോ എന്റെ അടിമകളെ, അല്ലയോ എന്റെ അടിമകളെ, നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കുക. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാനാണ് ഉത്തരം ചെയ്യുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, അഥവാ എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അഥവാ എനിക്ക് നൽകേണ്ടതായ ആരാധനയാകുന്ന പ്രാർത്ഥന എനിക്ക് നിങ്ങൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, അടിമകളെ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നികൃഷ്ടരായി നരകത്തിലേക്ക് തള്ളപ്പെടും, വലിച്ചെറിയപ്പെടും. അതിലിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുന്നതല്ല. അന്നേത്തെ ദിവസത്തിൽ യൗമ യഫിറുൽ മർഉ, ഓരോ വ്യക്തികളും അവന്റെ ഇഷ്ടപ്പെട്ട വാപ്പയിൽ നിന്നിട്ടും ഉമ്മയിൽ നിന്നിട്ടും ജ്യേഷ്ഠനിൽ നിന്നിട്ടും അനുജനിൽ നിന്നിട്ടും മക്കളിൽ നിന്നിട്ടും കുട്ടികളിൽ നിന്നിട്ടും സന്താനത്തിൽ നിന്നിട്ടും കുടുംബത്തിൽ നിന്നിട്ടും എല്ലാം ഓടി നഫ്സി 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 എന്ന് പറയുന്ന യുഗമാണ്. യൗമ യഖൂലു ആദമുൻ വ അംബിയ നഫ്സി 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 നഫ്സിയ യൗമ യഖൂലു ഖൈറു ഖൽഖില്ലാഹി യാ ഉമ്മതി യാ ഉമ്മതി യാ ഖൗമി യാ. അല്ലാഹുവിന്റെ പരിസരത്തിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന യുഗമാണ്. അങ്ങനെയുള്ള യുഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇന്ന് തന്നെ റബ്ബിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി. മക്ക ഇമാം പറഞ്ഞതുപോലെ മദീന ഇമാമും അങ്ങനെ തന്നെ ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം തുടങ്ങിയത് തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ എന്ന ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കം തന്നെ ആരംഭിച്ചത്. അവരിവിടെ ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർ എവിടുന്നാണ് വന്നത്, അവരാരാണ് സൃഷ്ടിച്ചത്, അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, എന്തേ അള്ളാഹിന്റെ കഴിവ് കൽപ്പ് അവർ മനസ്സിലാക്കുന്നില്ല, എന്തേ അത് പഠിക്കുന്നില്ല, എന്നിട്ട് അള്ളാഹുലേക്ക് എന്തുകൊണ്ട് അവർ മടങ്ങുന്നില്ല, അവർ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. അവരുടെ പരിപൂർണ പ്രശ്ന പരിഹാരം അത് അള്ളാഹിലേക്ക് മടങ്ങലിലൂടെ മാത്രമാണ്. അതുകൊണ്ട് മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ഈ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പുരോഗതികൾ, ഇവിടെയുള്ളതായ സമ്പത്തുകൾ, ഇവിടെയുള്ള സമ്പാദ്യങ്ങൾ, ഇവിടെയുള്ളതായ പ്ലെയിനുകൾ, ഇവിടെയുള്ളതായ ആഡംബരങ്ങൾ, അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവർ പരാജയപ്പെടുന്നതല്ല. അതെല്ലാം അവർക്ക് നേടിയെടുക്കാൻ അവരുടെ പരിശ്രമം അനുസരിച്ചിട്ട് അവർക്ക് സാധിക്കും. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. പക്ഷേ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല, വേറൊരു ലോകം വരാൻ പോകുന്നുണ്ട്. അതാണ് കോടാന 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 അറ്റമില്ല കോടി കൊല്ലം ജീവിക്കേണ്ട ലോകം. ആ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ച റബ്ബ് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ അല്ലാഹുക്ക് സാധിക്കും. അതുകൊണ്ട് അവിടെ സൃഷ്ടിച്ച് നിങ്ങൾ അവിടെ ഹാജരാക്കപ്പെടും. ആ സന്ദർഭത്തിൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ആ സത്യനിഷേധികൾ, അല്ലാഹുവിൽ ഭൂമിയിൽ വെച്ചിട്ട് വിശ്വസിക്കാത്തവർ, അല്ലാഹുവിലേക്ക് മടങ്ങാത്തവർ, ഈ കൊറോണ പോലത്തതായ മാരകമായ രോഗങ്ങൾ വിട്ട് കടക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി, അല്ലാഹു ഇറക്കിയതായ മതത്തെ കുറിച്ച് പഠിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അത് മാധ്യമമായി ഉപയോഗിക്കാത്ത, ബുദ്ധി പ്രവർത്തിപ്പിക്കാത്ത മനുഷ്യന്മാരോടാണ് അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ വാക്ക്. എന്ത്? ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. ഇവിടെയുള്ള പരിശ്രമം അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ പരിശ്രമം, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് എത്താൻ വേണ്ടിയല്ല നിങ്ങളുടെ പരിശ്രമം, അല്ലെങ്കിൽ പരലോകമോക്ഷം നേടാൻ വേണ്ടിയല്ല നിങ്ങളുടെ പരിശ്രമമെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം പരലോകത്തിൽ നരകത്തിലേക്ക് പോകലായിരിക്കും. ഇല്ലന്നാ വഹബിത മാ സനഉ ഫിഹാ, ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തതായ സർവ്വ പ്രവർത്തനങ്ങൾ, യത്നങ്ങൾ, സർവ്വ കണ്ടുപിടുത്തങ്ങൾ, നേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ, അതെല്ലാം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, നാമാവശേഷപ്പെട്ടു പോകുന്നതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി, അള്ളാഹു അല്ലാത്തവർക്ക് അറത്ത്, അള്ളാഹു അല്ലാത്തവരെ ഷിട്ടികളായ ആ ജനങ്ങളെ ഷിട്ടാവായ റബ്ബിനോട്
റബ്ബിനോട് തുല്യപ്പെടുത്തി അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവരോട് പറയുന്നതാണ് അവർ ചെയ്തതായ നമസ്കാരത്തിലേക്കും നോമ്പിലേക്കും സക്കാത്തിലേക്കും ഹജ്ജിലേക്കും അവർ ചെയ്ത സർവ്വ സൽക്കർമ്മത്തിലേക്കും നാം ചെല്ലും. ആ സൽക്കർമ്മങ്ങളെ വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ച് കളയുമെന്ന് ഖുർആനിന്റെ സത്യവാഗ്ദാനമാണ്. അതുകൊണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാണ് എന്നോ അല്ലെങ്കിൽ തവീലും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് കൈ മലർത്തരുത്. ഇതൊക്കെ ഒരു പച്ച യാഥാർത്ഥ്യമാണ്, പച്ച പരമാർത്ഥമാണ്. ഇത് ആരാന്റെ ചോറ് തിന്നിട്ട് പള്ളി ദർസുകളിൽ വെച്ചിട്ട് കേരളത്തിൽ വെച്ചിട്ട് ഞാനൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അത് ഇന്ന് മക്ക ഇമാമ മദീന ഇമാമ പറയുന്ന കാര്യങ്ങളുടെ ചുരുക്കം അതിന്റെ രക്തചുരുക്കവും കൂടിയാണ് എന്ന് ഞാൻ ഉണർത്തുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, മദീന ഇമാമിന്റെ പ്രസംഗം അദ്ദേഹം തുടങ്ങി വെച്ചത് അവരെ സൃഷ്ടിക്കപ്പെട്ടത് ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതിയായിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്ക് വാദമുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. ഖുർആനാണ് ചോദിക്കുന്നത്. അം ഹുമുൽ ഖാലിഖൂൻ, അവരാണ് സൃഷ്ടിച്ചത് എന്ന് അവർ സൃഷ്ടിച്ചു എന്ന് അവർക്ക് വാദമുണ്ടോ? അതാരും ബാധിക്കൂലല്ലോ. അതിനുള്ള ധൈര്യം ആർക്കാണ് ലോകത്തിലുള്ളത്? ലോകത്തിലുള്ള എത്ര വലിയ വൻശക്തിയാണെങ്കിലും സ്വയം ഞാൻ എന്നെ സൃഷ്ടിച്ചു എന്ന് വാദിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അത് പണ്ട് ഫറോ പറഞ്ഞതുകൊണ്ട് ഫറോയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പരിസരത്തിൽ കറങ്ങുന്നതായ ഈ നദികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ അതേ സമുദ്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നു, നമുക്കറിയാവുന്നതുപോലെ. അപ്പോൾ അള്ളാഹുവിന്റെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? അം ഹുമുൽ ഖാലിഖൂൻ, അവരെ സ്വയം സൃഷ്ടിച്ചു എന്നവർക്ക് വാദമുണ്ടോ? പിന്നെ മൂന്നാമത്തെ ചോദ്യം അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ, അല്ല ഈ ആകാശ ഭൂമിയെ ഈ പ്രപഞ്ചത്തെ അവരാണ് സൃഷ്ടിച്ചത് എന്നവർക്ക് വാദമുണ്ടോ? ഇത് നിരീശ്വരവാദികളോടും നിർമ്മതവാദികളോടും അള്ളാഹുൽ വിശ്വസിക്കാത്തവരോടും അള്ളാഹിന്റെ കഴിവ് കൽപ്പ മനസ്സിലാക്കാത്തവരോടുമുള്ള ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ചോദ്യം ചോദിച്ചതിന് ശേഷം മറ്റു ആയത്തുകളിലൂടെ അള്ളാഹു മറുപടി നൽകുകയാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. സാർവ്വതിന്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. സാർവ്വതിന്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. അതുല്യ സൃഷ്ടിപ്പ്, ഇതിന് തുല്യതയില്ലാത്തതായ രൂപത്തിൽ സൃഷ്ടിച്ചു. തുല്യതയില്ലാത്ത അഥവാ മനുഷ്യനെ പോലോത്തത് ലോകത്തിലുണ്ടായിരുന്നല്ല, അവർ മനുഷ്യനെ സൃഷ്ടിച്ചു. ഭൂമിയെ പോലോത്തത് ലോകത്തിലുണ്ടായിരുന്നില്ല, ഭൂമിയെ സൃഷ്ടിച്ചു. ആകാശങ്ങളെ പോലോത്തത് ലോകത്തുണ്ടായിരുന്നില്ല, ആകാശങ്ങളെ സൃഷ്ടിച്ചു. എല്ലാം തുല്യതയില്ലാത്ത സൃഷ്ടിച്ച ആളാണ്. അതുകൊണ്ട് ആ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ മെയിൻ തത്വമാണ് അവന്റെ സൃഷ്ടിപ്പിലൂടെ നിങ്ങളെല്ലാം ഞാൻ മടക്കി സൃഷ്ടിക്കുകയും ചെയ്യും. എന്നിട്ടോ നിങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ചാൻസ് തന്ന സന്ദർഭത്തിൽ ഇതൊരു പരീക്ഷണ ഹാളിലായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. ഈ പരീക്ഷണ ഹാളിലൂടെ നിങ്ങൾ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ഞാൻ ലോകത്തിലേക്ക് നിയോഗിച്ചതായ എന്റെ പ്രതിനിധികളായ എന്റെ ദൂതന്മാരിലൂടെ നിങ്ങളിലേക്ക് എത്തിയതായ മെസ്സേജുകൾ തൗറാത്തിലൂടെ, ഇഞ്ചീലിലൂടെ, സബൂറിലൂടെ, മറ്റു ഗ്രന്ഥങ്ങളിലൂടെ, അപ്രകാരം തന്നെ അവസാന ദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ ലോകാത്ഭുതഗ്രന്ഥമാകുന്ന ഫുർഖാൻ അദീമിലൂടെ ലോകത്തിന്റെ മുമ്പിൽ സത്യമേതെന്ന് മനസ്സിലാക്കി തരാനുള്ളതായ സാർവവിശാലമായ ജീവിത രീതി നിരത്തി വെച്ചതായ അത്ഭുത ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഇറക്കുകയും ചെയ്തു അവസാനമായിട്ട്. അതുകൊണ്ട് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ ആർക്കും ചാൻസ് ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഏത് രൂപത്തിലാണ് നമുക്ക് പരിചയപ്പെടുത്തിയത് ഖുർആനിലൂടെ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം ഇന്ന് സംസാരിക്കാൻ ആരംഭിച്ചത്. ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന വാക്ക് പറഞ്ഞതിന് ശേഷം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു അവൻ ഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖദീറാ, എങ്ങനെയെങ്കിലുമല്ല ഇവിടെ അവന്റെ സൃഷ്ടിപ്പിനെ അവൻ സൃഷ്ടിച്ചപ്പോൾ നിർണായകമായി വളരെ കൃത്യമായി ഓരോ മനുഷ്യനും എങ്ങനെ വളരണം, ഓരോ സൃഷ്ടിയും എങ്ങനെ വളരണം, ഓരോ സൃഷ്ടിയും എങ്ങനെ ജീവിക്കണം, ആകാശത്തിലുള്ളതായ ചന്ദ്ര സൂര്യ നക്ഷത്രാദികളുടെ ചലനങ്ങൾ വരെ കൃത്യമായിട്ടാണ് അല്ലാഹു ഇവൾ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. അവിടെയൊന്നും ഒരു വീഴ്ചയില്ല. ആ രൂപത്തിൽ ഭംഗിയോട് കൂടിയുള്ളതായ സൃഷ്ടിപ്പ് സൃഷ്ടിച്ചതിന്റെ ശേഷം നമ്മളോട് റബ്ബിന്റെ കഴിവ് പഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്നതായ ആകാശങ്ങളെയും ഭൂമികളെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചത് പന്താടാൻ വേണ്ടിയല്ല. ഇവിടെ പന്താടല്ല, പിന്നെയോ വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ.
ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. നാം പന്താടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം പന്താടിയിരുന്നേനെ. എത്ര ഉമമുകളെ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോടിയിട കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ചുട്ടിച്ചാമ്പലാക്കിയിട്ടുണ്ട്. നാം ഈ സംസാരിക്കുന്ന മദീന നിലനിൽക്കുന്നതായ സൗദി അറേബ്യയുടെ പരിസരത്തിലും അതിനു പുറത്തുമായി ശിക്ഷിക്കപ്പെട്ട നാട്ടുകാരുടെ നാടുകൾ ഇപ്പോഴും അവിടെ ശേഷിക്കുന്നു. അത് ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ട് ബുദ്ധിജീവികളാണെന്ന് കൊട്ടുഘോഷിക്കുന്ന വിഭാഗങ്ങൾ അവിടെ സന്ദർശനത്തിന്റെ പേരിൽ ആ സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി വന്ന് പോകുകയും ചെയ്യുന്നു. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഈ മക്കക്കാരോട് ഖുർആൻ ഇറക്കി ചോദിച്ച സന്ദർഭത്തിൽ ചോദിക്കുകയുണ്ടായി, ഇന്നക്കും ലതമറൂന അലൈഹിം മുസ്ബിഹീൻ. നിങ്ങൾ ആ ഭാഗത്തിലേക്ക് രാവിലെയാകുമ്പോൾ പോകുന്നില്ലേ, വൈകുന്നേരമാകുമ്പോൾ പോകുന്നില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ബിസിനസിന് വേണ്ടി പോകുമ്പോൾ ഞാൻ ശിക്ഷിച്ച നാട്ടുകാരുടെ ആ നാടിനെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് അതിൽ പാഠമില്ലേ എന്ന് ചോദിക്കുന്നു. അതേ ചോദ്യം ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഖുർആനിലൂടെ മനുഷ്യരാശിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് അള്ളാഹു പറയുന്ന ശൈലിയാണ്, വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ വലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. ഇവിടെ കളിക്കല്ല, പന്താടല്ല, അത് നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലൂടെ, നിങ്ങളെ സൃഷ്ടിച്ചതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകി, നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം നൽകി, നിങ്ങൾക്ക് ആവശ്യമുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകി, നിങ്ങൾക്ക് ആവശ്യമുള്ളതായ ഓക്സിജൻ നൽകി, നിങ്ങൾക്ക് എന്തെല്ലാം ഇവിടെ ആവശ്യമുണ്ട് അതെല്ലാം ഇവിടെ നൽകിയതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണ്? ആ രക്ഷിതാവിനെ, ആ ഷിട്ടാവിനെ നിങ്ങൾ പഠിക്കേണ്ടതുപോലെ അവൻ ഇറക്കിയ ഗ്രന്ഥത്തിലൂടെ പഠിക്കുക, അവൻ അയച്ചതായ അവന്റെ ദൂതന്മാരിലൂടെ പഠിക്കുക എന്നല്ലാതെ അല്പചിന്തകന്മാരുടെ ചിന്തയിലൂടെയല്ല, അല്പചിന്തകന്മാർ എഴുതിയതായ ഗ്രന്ഥങ്ങളിലൂടെയല്ല, യുക്തിവാദികളിലൂടെയല്ല, നിരീശ്വരവാദികളിലൂടെയല്ല, നിർമ്മതവാദികളിലൂടെയല്ല. അതൊന്നും പഠിച്ചാൽ സത്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഷിട്ടാവ്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഷിട്ടാവായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഷിട്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോകുമോ? അവനല്ലേ സൂക്ഷ്മജ്ഞാനി, അവനല്ലേ സർവജ്ഞാനി. അതുകൊണ്ട് ആ റബ്ബാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടത്. ആ റബ്ബാണ് പറയുന്നത് എന്ത്? ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ. ഈ ഗ്രന്ഥം ഇറക്കിയതിലൂടെ, ഗ്രന്ഥങ്ങൾ ഇറക്കിയതിലൂടെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കലിലൂടെ, ഈ ദൂതന്മാരെ അയക്കലിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യമാകുന്ന തൗഹീദിലൂടെ അസത്യമാകുന്ന ശിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്യലാണ്. ഹഖ് സ്ഥാപിക്കപ്പെടണം, ഏകദൈവ വിശ്വാസം സ്ഥാപിക്കപ്പെടണം, ആരാധന അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, ആ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, ജീവിതം അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ഹാജിമാര് മക്കയിലേക്ക്, ഉംറക്കാര് മക്കയിലേക്ക് വരുമ്പോൾ പറയുന്ന തത്വം ഇവിടെ പുലരണം, ഇവിടെ നടപ്പാക്കപ്പെടണം. അതാണ് ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ്മഗു. അതിനെ നാമാവശേഷപ്പെടുത്തും. അഥവാ എന്തിനെ? ഷർറിനെ, ശിർക്കിനെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമുള്ള കാര്യങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനയ്ക്ക് വിപരീത ജീവിക്കുന്ന തുഗാത്തുകളുടെ ക്രൂരകൃത്യങ്ങളെ നാമാവശേഷപ്പെടുത്തും. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ്മഗു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. ഇത്രയും കഴിവുകൽപ്പുള്ള അള്ളാഹുവിന് നൽകേണ്ട കഴിവുകൽപ്പ് നൽകാതെ, അവൻ ആരാധന സമർപ്പിക്കാതെ, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ, അവൻ സൃഷ്ടിച്ച ശിഷ്ടകളായ ഔലിയാക്കന്മാരോടും സാലിഹ്യങ്ങളോടും ജിന്നുകളോടും വസ്തുക്കളോടും വ്യക്തികളോടും വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന നീച നികൃഷ്ട സ്വഭാവം കണ്ട് അള്ളാഹുവിന്റെ കോപത്തിലൂടെ അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ ശാപത്തിലൂടെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഇനിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ ഖുർആനിലൂടെ സുന്നത്തിലൂടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം അപകടം. നിങ്ങളാണ് പരലോകത്തിൽ കൈകടിക്കുക, വിരലല്ല കൈകടിക്കുക. അതുകൊണ്ട് ഇവിടെ ഞാൻ പന്താടല്ല. ഇവിടെ ഈ ഷിട്ടിപ്പ് യാഥാർത്ഥ്യമാണ്. ഈ ഷിട്ടിപ്പിന്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ തൗഹീദ് സ്ഥാപിക്കപ്പെടണം, അതുപോലെ തന്നെ ശിർക്ക് നിർമാർജനം ചെയ്യപ്പെടണം. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു, നിങ്ങളെ വെറുതെ വിട്ടില്ല. സൃഷ്ടിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും അല്ലാഹു സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും അല്ലാഹു സൃഷ്ടിച്ചു, ഓക്സിജനും അല്ലാഹു സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം സൃഷ്ടിച്ചു. ഇതുപോലെ സൃഷ്ടിക്കുന്ന ആൾ ആരുണ്ട് ലോകത്ത്? മറ്റുള്ള ആൾ ആർക്കും സാധിക്കുന്നതല്ല. നബിമാർക്കോ വലിയമാർക്കോ സാലിഹീങ്ങൾക്കോ സാദാത്തുകൾക്കോ ആർക്കും സാധിക്കുന്നതല്ല. ഇപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതായ അറിവില്ലാത്ത വിഭാഗം സമ്മതിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതെ, ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആരുടെ കയ്യിലുമല്ല, ഖുതുബിന്റെ കയ്യിലല്ല, ഖുതുബുൽ അഖ്താബിന്റെ കയ്യിലല്ല, ഖുതുബുൽ സമാന്റെ കയ്യിലല്ല. അങ്ങനെയുള്ള സാധനം തന്നെ ഇല്ല റബ്ബേ. നീ
മാത്രം എന്ന് ഖുർആൻ സ്ഥാപിച്ച യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ ലോകം മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള യുഗത്തിൽ പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന, ആ ഖുർആനിന്റെ ഉടമകളാകുന്ന, യഥാർത്ഥ സുന്നത്തിന് ഉടമകളാകുന്ന മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി പാടുപെടേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും പാടുപെടുമ്പോഴും തീർച്ചയായിട്ടും അവർക്ക് യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും എത്തുവാനും അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആ പരീക്ഷണങ്ങളിലൂടെ ആസ്വദിക്കാൻ സാധിക്കും. എന്ത് പരീക്ഷണങ്ങളിലൂടെ ആസ്വാദനം? അള്ളാഹുവിന്റെ പരീക്ഷണമല്ലേ, അള്ളാഹിന്റെ ഷിട്ടികളല്ലേ ഞങ്ങൾ. അള്ളാഹ്ക്ക് ഷിട്ടികളെ കൊണ്ട് എന്തും കാട്ടാം. അള്ളാഹ് കാട്ടുന്നതിനെ ചോദിക്കുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ല. അവനാണ് ചോദിക്കപ്പെടുക. അള്ളാഹുവിന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ല. അവനാണ് ലോകത്തിന്റെ മുമ്പിൽ എല്ലാ രൂപത്തിലും കൈകാളുന്നവനും പ്രവർത്തിക്കുന്നവനും. അവനാണ് പരമാധികാരി. അവനാണ് നമ്മുടെ നിലനിൽപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ മഹാശക്തി. ആ ശക്തിയിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുക. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ കൈപൊക്കേണ്ട സന്ദർഭം, സത്യവിശ്വാസികൾ മടങ്ങേണ്ട സന്ദർഭം. അല്ലാത്തവർ തന്നെ മടങ്ങുന്ന യുഗത്തിൽ സത്യവിശ്വാസികൾ ഇപ്പോൾ മടങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മടങ്ങുക എന്നതാണ് മക്ക ഇമാമ്, മദീന ഇമാമ് പ്രസംഗത്തിന്റെ അവരുടെ ഖുതുബകളുടെ സമാപനത്തിൽ ചോദിച്ചത്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുലേക്ക് മടങ്ങാൻ വേണ്ടി എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുക, തെറ്റുകൾ കുറ്റങ്ങൾ സമ്മതിക്കുക, എന്നിട്ട് പശ്ചാത്തപിക്കുക. എല്ലാ ജീവിത രീതിയിൽ വന്നുപോയതായ കുറ്റങ്ങളെ തെറ്റുകളെ ശരിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. അഥവാ തട്ടിപ്പുകളോ വഞ്ചനകളോ അനാചാരങ്ങളോ തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ ചതിവുകളോ കള്ളസത്യങ്ങളോ കള്ളസാക്ഷികളോ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വ്യഭിചാരങ്ങളോ അനാചാരങ്ങളോ പലിശ തിന്നലോ എന്തെല്ലാം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ശിർക്ക് നാം പറഞ്ഞല്ലോ, ശിർക്കല്ലാത്ത മഹാപാപങ്ങൾ ധാരാളമുണ്ട്. ആ പാപങ്ങൾ എന്നിട്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, വല്ല ഹറാമായ സമ്പത്തിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന ജനങ്ങളോട് കൽപ്പിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ജനങ്ങൾ എന്നിട്ട് വിരോധിക്കാൻ വേണ്ടി പാടുപെടുക എന്ന അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന ബാധ്യതയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെല്ലാം വീഴ്ച നമ്മളിൽ വന്നിട്ടുണ്ട്, ആ വീഴ്ചകളെ കണ്ടെത്തി ആ വീഴ്ചകളെ പരിശോധിച്ച് അതിൽ നിന്നിട്ട് രക്ഷ നേടാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക. എന്നിട്ട് പാശ്ചാത്തപിക്കുക, സ്വീകാര്യോഗ്യമായ പാശ്ചാത്തപിക്കുക. എന്നിട്ട് റബ്ബിനോട് കേടപേക്ഷിക്കുക, അല്ലാഹുവേ ഇർഫഅ അന്നൽ ബലാഅ വൽ വബാ, ഞങ്ങളിലേക്ക് ഇറക്കിയതായ ഈ ബലാഇനെ, ഈ വബാഇനെ, ഈ മാരകമായ രോഗത്തെ, ഈ കൊറോണയെ, അതുപോലെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസത്തെ ഞങ്ങൾ നിട്ട് നീ ഉയർത്തണേ രക്ഷിതാവേ. അല്ലാഹുമ്മ ഇർഫഅ അനിൽ ഉമ്മ മാ നസല ബിഹാ മിനൽ ഗുമ്മ, ഈ ഉമ്മത്ത് മുഹമ്മദിൽ നിന്നിട്ട് അവർക്ക് ഇറങ്ങിയതായ ഈ പ്രയാസം, ഈ ദുഃഖം, ഈ കഷ്ടത, അതിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കണേ നാഥ എന്ന് അവനോട് മാത്രം പ്രാർത്ഥിക്കുക. അതല്ലാതെ രക്ഷയില്ല, അതല്ലാതെ ലോകത്തിന് നിർവാഹമില്ല. അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ എല്ലാവരും പ്രാർത്ഥന സ്വീകരിക്കാൻ അർഹർ ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് അള്ളാഹ് സ്വീകരിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭാഗം പ്രാർത്ഥിച്ചാൽ അള്ളാഹു എല്ലാവർക്കും, നാം ഇപ്പോൾ പരീക്ഷണത്തിലൂടെ എല്ലാരെയും പരിശോധിച്ചതുപോലെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ അള്ളാഹ് എല്ലാരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഇറങ്ങിയതായ ബലാഇനെ, നമ്മളിൽ ഇറങ്ങിയതായ വബാഇനെ നമ്മൾ നിന്നിട്ട് മുസ്ലിം ലോകത്തിൽ നിന്നിട്ട് മനുഷ്യരാശിയിൽ നിന്നിട്ട് ഉയർത്തട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد قادة وحكام وعلماء بلاد الحرمين سوءا اللهم فاشغله في نفسي اللهم اجعل تدبيره يا حي يا قيوم. اللهم انصرنا على اعدائنا اللهم يا رحمن الدنيا والآخرة ورحيمهما. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما. أنت ترحمنا فارحمنا برحمة من عندك تغنينا بها عن رحمة من سواك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.